സോ ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ റെഡീം കോഡ് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ആപ്പിനകത്തും സെൽഫായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്പിൽ നിന്ന് റെഡീം കോഡ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. റെഡീം കോഡ് മാത്രമല്ല UPIയിലോട്ട് ക്യാഷ് കൊണ്ടൊരു ക്യാഷ്, അതുപോലെ തന്നെ ബാങ്കിലോട്ട് ക്യാഷ്, ആമസോൺ വൗച്ചേഴ്സ്, ഒരുപാട് വിഡ്രോ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അങ്ങനെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ അതിൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഓരോന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ലിങ്കിൽ കുറച്ച് പ്ലേ സ്റ്റോറിലോട്ട് ആപ്പിൻ്റെ പേര് ബീച്ച് ആപ്പ് എന്നാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 4.5 സ്റ്റാർ റേറ്റിംഗ് 10K+ ഡൗൺലോഡ് ചെയ്യலாம். നല്ലൊരു ആപ്പാണ്. താഴെ ലിങ്കിൽ പ്രസ് ചെയ്യാം, പ്ലേ സ്റ്റോറിലിട്ടും അവിടെ നിന്ന് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ടേംസ് ആൻഡ് അഗ്രി ചെയ്യാൻ പറയും. ആ ഒരു അഗ്രിയിൽ പ്രസ് ചെയ്യാം, നെക്സ്റ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ടിന്യൂ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അവിടെ പ്രസ് ചെയ്യാം. നിങ്ങൾ അതിലുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ആപ്ലിക്കേഷനിലോട്ടൊന്ന് ലോഗിൻ ചെയ്തെടുക്കാം. സോ അങ്ങനെ ലോഗിൻ ചെയ്തതിനാൽ ഇതാണ് നമ്മൾ ആപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. എൻ്റെ ഓൾമോസ്റ്റ് 1.5 ലക്ഷം കോയിൻസിൻ്റെ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ താഴെ ലിങ്കിൽ കൂടെ കയറിയ 1000 കോയിൻസ് ഒരു ആപ്പിൽ സൈൻ ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു കോയിൻസ് ഒന്ന് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിൽ നോക്കിയാൽ മൊത്തത്തിൽ നോക്കിയാൽ സെൽഫായിട്ട് എണിച്ചാലുള്ള ഓപ്ഷൻസ് തന്നെയാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ 1 മിനിറ്റ് റിവാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് 6 എണ്ണം ഉണ്ട്, ഓരോന്നിൽ 100 കോയിൻസിന് മുകളിൽ കിട്ടും. സോ ടോട്ടൽ 600 കോയിൻ്റെ മുകളിൽ ഡെയിലി ഏൺ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ആ ഒരു ക്വിസിൽ പ്രസ് ചെയ്യുന്നുണ്ട്. 2 ചോദ്യം ചോദിക്കും, എന്തെങ്കിലും ഒരു ആൻസർ സെലക്ട് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ആൻസർ സെലക്ട് ചെയ്താലും വേണ്ടില്ല, ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്ക് വന്നും നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ വാലറ്റിലോട്ട് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കോയിൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിങ്ങൾക്ക് കാണാം വാലറ്റിൽ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കോയിൻസ് ആഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കോയിൻസ് അവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലെയിം യുവർ ഡെയിലി ബോണസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൽ പ്രസ് ചെയ്താൽ ഡെയിലി ബോണസ് തന്നെയാണ്. ഓൾമോസ്റ്റ് 1000 കോയിൻസ് എല്ലാ ദിവസവും ബോണസ് ആയിട്ട് കിട്ടും. ഒന്നുമില്ല, അടിയിലുള്ള ആ ഒരു ക്ലെയിമിൽ പ്രസ് ചെയ്യുമ്പം ഇവിടെ ഒരു ആഡ് വാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് ആഡ് വാച്ച് ചെയ്ത് ആഡിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 30 സെക്കൻഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ആ ഒരു കോയിൻ കിട്ടും. അപ്പോൾ അടിയിലുള്ള ആ ഒരു ക്ലെയിം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ആഡ് വരും, ആഡ് വന്നിട്ടുണ്ട്. ആഡിൽ ഇൻസ്റ്റാൾ ബട്ടണിലോട്ട് ഞാൻ അതിൽ പ്രസ് ചെയ്തു, അല്ലെ ആഡിൻ്റെ മുകളിൽ പ്രസ് ചെയ്താലും മതി. അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിലോട്ട് വരും. അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. 1 മിനിറ്റ് അല്ലെ ഒരു 30 സെക്കൻഡ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൻ്റെ ബാക്ക് അടിച്ചാൽ നമുക്ക് ആ ഒരു കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം സൈനപ്പ് ലോഗിൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്ക് അടിച്ചാലും ആ ഒരു കോയിൻസ് നിങ്ങൾക്ക് കാണാൻ മുകളിൽ വാലറ്റിൽ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും വരെ ഇവിടുന്ന് 1000 കോയിൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് നോക്കാം. പിന്നെ തൊട്ടടിയിൽ തന്നെ പ്ലേ ടൈം ഗെയിംസിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താലും ന്യൂ യൂസേഴ്സ് ആണെങ്കിൽ നേരെ സെറ്റിംഗ്സിലോട്ടും അടുത്ത ഒരു പെർമിഷൻ ചോദിക്കും, ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. മറ്റുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തും ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ ആ ഒരു മോർ എന്ന് പറയുന്നിടത്ത് പ്രസ് ചെയ്യാൻ, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് കോയിൻസ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ മിക്ക ആൾക്കാർക്കും ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് കോയിൻസ് കിട്ടുന്ന ഓഫേഴ്സ് ഉണ്ടാവും. ഏത് ഓഫർ ആയാലും ജസ്റ്റ് പ്ലേ ലെവൽ പ്രസ് ചെയ്യും, പ്ലേ സ്റ്റോറിലോട്ടും അവിടെ നിന്ന് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ലെവലാണെങ്കിൽ ലെവൽ കംപ്ലീറ്റ് ചെയ്യാം. ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോ മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് നിങ്ങൾക്ക് കോയിൻസ് മേടിക്കാം. ആദ്യം തന്നെ സൂപ്പർ ഓഫറിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പബ് സ്കെയിൽ ഓഫർ വാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മറ്റുള്ള ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 മെത്തേഡ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു സോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം റിവാർഡ് ലോ ടു ഹൈലോട്ട് മാറ്റി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓഫേഴ്സ് തന്നെ ആദ്യം വരും, അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 1 സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് നമുക്ക് കോയിൻസ് കിട്ടുന്ന ഓഫേഴ്സ് ഉണ്ടാവും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, 2 മിനിറ്റ് ഓപ്പൺ ചെയ്ത് ബാക്ക് അടിച്ചാൽ നമുക്ക് ആ ഒരു കോയിൻസും കാര്യങ്ങൾ കിട്ടും. സോ അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കാനും പറ്റും. ഞാനൊരു ടിപ്പ് പറഞ്ഞു തന്നേലും. ഓക്കെ, ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും, പ്ലേ ക്വിസ് എന്ന് പറഞ്ഞും. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അവിടുന്ന് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചോദിക്കുക, കറക്റ്റായിട്ട് ആൻസർ സെലക്ട് ചെയ്താൽ ഓൾമോസ്റ്റ് 800 കോയിൻസ് വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആൻസർ സെലക്ട് ചെയ്തു, 50 കോയിൻസ് കിട്ടി. ക്ലെയിമിൽ പ്രസ് ചെയ്യുക, കോയിൻസ് നമുക്ക് വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആൻസേഴ്സ് സെലക്ട് ചെയ്യുക, കോയിൻസ് കാര്യങ്ങളൊക്കെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്കൊന്ന് ഡെയിലി 30 തവണ ഞാൻ ഈ ഒരു ക്വിസ് കളിക്കാൻ പറ്റുമെന്നും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ട് ക്യാച്ചറിൻ്റെ ഗെയിം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്താലും ഒന്നുമില്ല, ഒരു എഗ്ഗ് പോലെയുള്ള സംഭവം വരും. അത് ക്യാച്ച് ചെയ്യുന്നതിന് നമുക്ക് ഇവിടുന്ന് കോയിൻസ് കിട്ടും. അപ് ടു 1000 കോയിൻ വരെ ഇവിടുന്ന് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുക, അതിന് നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. സോ
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 56 കോയിൻ സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡെയിലി ഗെയിം കളിച്ചുകൊണ്ട് അവിടെ നിന്ന് എയിം ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാൻ തൊട്ടടുത്ത് തന്നെ സ്ക്രാച്ച് കാർഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാർഡ് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് ഇവിടുന്ന് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഡെയിലി 13 സ്ക്രാച്ച് കാർഡ് സംതിങ് ഉണ്ട്. അത് സ്ക്രാച്ച് ചെയ്തുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്കാൻ അവിടെ നിന്ന് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓരോ ഓപ്ഷന് എത്ര കോയിൻസ് കിട്ടുമെന്നൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കളർ ഫൈൻഡർ എന്ന് പറയുന്നത്. അതിൽ പ്രസ് ചെയ്യുക, കറക്റ്റ് കളർ ചെയ്താൽ നോക്കുക, സെലക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു കോയിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണം ആ ഒരു ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ അടിയിൽ സ്പിന്നിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്പിൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് അതിൽ പ്രസ് ചെയ്യുക, ആ ഒരു വീൽ സ്പിൻ ചെയ്താൽ നമുക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷനും ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്പിൻ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് എക്സ്ട്രാ ബോണസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതും ഡെയിലി ബോണസ് തന്നെയാണ്, ഒന്നുമില്ല. അതിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ക്ലൈമിൽ പ്രസ് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ആഡിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 30 സെക്കൻഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓപ്ഷനും അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആപ്പിലുള്ള ഏണിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്താലും അവരുടെ ആ ഒരു ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഫോളോ ചെയ്യുന്നതിന് കോയിൻസ് കിട്ടും. പിന്നെ അടിയിൽ റെഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റെഫർ 2500 കോയിൻ വരെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ താല്പര്യമുള്ളവർക്ക് റെഫർ ചെയ്തുകൊണ്ടും ഇവിടുന്ന് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വാലറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലീഡർ ബോർഡ് ഉണ്ട്. കൂടുതൽ കോയിൻസ് ഏൺ ചെയ്താൽ ലീഡർ ബോർഡിൽ ടോപ്പിൽ വരും. അവിടെ നിന്ന് അങ്ങനെയും കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇനി റെഡീം ചെയ്യാൻ വേണ്ടി സെൻറ്ററിൽ നമുക്ക് വാലറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യാം. ഒരുപാട് വിഡ്രോ ഓപ്ഷൻസ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെയിലി ബോണസ്, സ്പിന്ന്, സ്ക്രാച്ച് എല്ലാ കോയിൻസും വാലറ്റിൽ കറക്റ്റായിട്ട് തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിക്കാൻ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വിഡ്രോയിലാണ് UPI ക്യാഷ് ഉണ്ട്. അതുപോലെ ബാങ്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉണ്ട്, ആമസോൺ ഉണ്ട്, ഗിഫ്റ്റ് കാർഡ് ഉണ്ട്, ഗൂഗിൾ പ്ലേ റെഡീം കോഡ് വേണ്ട ഒരു ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യാം. 12,000 കോയിനുണ്ട്, 10 രൂപേൻ്റെ റെഡീം കോഡ് എടുക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു 100 രൂപേൻ്റെ റെഡീം കോഡ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ റെഡീം കോഡിൽ പ്രസ് ചെയ്യാൻ നിങ്ങളുടെ മെയിൽ ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കണ്ടിന്യൂവിൽ പ്രസ് ചെയ്താൽ മതി. 24 ഹവേഴ്സിനുള്ളിലാണ് നമുക്ക് ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതായിരിക്കും. എനിക്ക് സ്പോട്ട് ചെയ്ത് തന്നെ മെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു സോക്സോഡ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നായിരിക്കും നമുക്ക് റെഡീം കോഡ് കിട്ടാം. മെയിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കളക്ട് വൗച്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുന്ന സമയത്ത് സോക്സോഡേൻ്റെ ഈ ഒരു വെബ്സൈറ്റിലോട്ടും കറൻ്റ് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റിൻ്റെ സെർവർ ഡൗൺ ആയിരുന്നു. ഓക്കെ, അവരെന്തോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇപ്പം ഫൈനാണ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും അവരുടെ ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ലൈവ് പ്രൂഫ് എനിക്ക് അപ്പോൾ കാണിക്കാനായിട്ട് പറ്റാനേ. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോസ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതിൽ വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.